ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് കൺജഷൻ കൺട്രോളും ക്വാളിറ്റി ഓഫ് സർവീസും ആണ്. ഇപ്പോൾ ഈ നെറ്റ്വർക്കിനകത്ത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ട്രാഫിക് നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നൊരു രീതിയിൽ ആലോചിക്കാം. അപ്പോൾ അതിനകത്ത് അതായത് ഒരു നെറ്റ്വർക്കിലൂടെ ഇപ്പോൾ ഒരു റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ കൺജഷൻസ് ട്രാഫിക് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഒരേ നെറ്റ്വർക്ക് പാത്തിലൂടെ ഒരുപാട് ഡാറ്റ പാക്കറ്റ്സ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ കൺജഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കൺജഷൻ കൺട്രോളും ക്വാളിറ്റി ഓഫ് സർവീസും ഒരുമിച്ച് പറയാൻ പറ്റുന്ന രണ്ട് ഇഷ്യൂസാണ്. ഓക്കെ, അതായത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് ഇമ്പ്രൂവ് ചെയ്യണം, ഒന്ന് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ മറ്റേത് ഇഗ്നോർ ചെയ്യണം. അങ്ങനത്തെ ഒരു രണ്ട് പ്രോബ്ലംസ് ആണ് കൺജഷൻ കൺട്രോളും ക്വാളിറ്റി ഓഫ് സർവീസും. ഓക്കെ, അപ്പം നമ്മൾ ഡാറ്റ ട്രാഫിക് എന്താണെന്ന് നമുക്കറിയാലോ. കൺജഷൻ കൺട്രോളിൻ്റെയും ക്വാളിറ്റി ഓഫ് സർവീസിൻ്റെയും ഒരു പ്രധാനപ്പെട്ട അതായത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡാറ്റ ട്രാഫിക്കിലാണ്. ഓക്കെ, അപ്പോൾ കൺജഷൻ കൺട്രോളിനകത്ത് നമ്മൾ എന്താണ് ട്രാഫിക് കൺജഷനാണ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ക്വാളിറ്റി ഓഫ് സർവീസിനകത്ത് എന്താണ് എൻവിറോൺമെൻറ്റ്, അതായത് ഈ ട്രാഫിക്കിന് വേണ്ടിയുള്ള ഒരു അപ്രോപ്രിയേറ്റ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ ഡാറ്റ ട്രാഫിക്കിനെ കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാഫിക് എന്താണെന്ന് അറിയണം അല്ലേ. അപ്പം ഇതിനകത്ത് വരുന്നതാണ് ട്രാഫിക് ഡിസ്ക്രിപ്റ്റർ ആർ ക്വാളിറ്റേറ്റീവ് വാല്യൂസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വാല്യൂസ്, അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്, അതാണ് ക്വാളിറ്റേറ്റീവ് വാല്യൂസ്. അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാഫിക്കിനെ ഡാറ്റ ഫ്ലോയെ മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസാണ് നമ്മളെന്ത് പറയുന്നത് ട്രാഫിക് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത്. ട്രാഫിക് ഡിസ്ക്രിപ്റ്റർ ഇത് നോക്കുക, ഈ ഫിഗർ കാണിക്കുന്ന ഒരു ഒരു ട്രാഫിക് ഫ്ലോ ആണ്, ഡാറ്റ ഫ്ലോ ആണ്. അപ്പോൾ ഡാറ്റ റേറ്റ് ടൈമും ഉണ്ട്. അപ്പോൾ മാക്സിമം ഡാറ്റ റേറ്റും ആവറേജ് ഡാറ്റ റേറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് ആവറേജ് ഡാറ്റ റേറ്റ്, എന്താണ് പീക്ക് ഡാറ്റ റേറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആവറേജ് ഡാറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ബിറ്റ്സ് സെൻഡ് ഡ്യൂറിങ് പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിൽ സെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സ്, അതാണ് ആവറേജ് ഡാറ്റ റേറ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് സെക്കൻഡ്സ് ഇൻ ദ പീരീഡ്. ആക്ച്വലി എമൗണ്ട് ഓഫ് ഡാറ്റ ഡിവൈഡ് ബൈ ടൈം, അതാണ് ആവറേജ് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പീക്ക് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മാക്സിമം ഡാറ്റ റേറ്റ് ഓഫ് ദ ട്രാഫിക് ആണ്. മാക്സിമം ഡാറ്റ റേറ്റ് ഓഫ് ദ ട്രാഫിക് ആണ് പീക്ക് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഡാറ്റ റേറ്റ് ഓഫ് ദ ട്രാഫിക് ആണ് പീക്ക് ഡാറ്റ റേറ്റ്. ഓക്കെ, മാക്സിമം ഡാറ്റ റേറ്റ് ഓഫ് ദ ട്രാഫിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പീക്ക് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ഡാറ്റ റേറ്റ് ആണ് പീക്ക് ഡാറ്റ റേറ്റ്. ഇനി മാക്സിമം ബേസ്റ്റ് സൈസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ആക്ച്വലി ഈ പീക്ക് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചുള്ള ക്രിട്ടിക്കൽ വാല്യൂ ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ യൂഷ്വലി ബി ഇഗ്നോർഡ് ഇഫ് ദ ഡ്യൂറേഷൻ ഓഫ് ദ പീക്ക് വാല്യൂ ഈസ് വെരി ഷോർട്ട്. അപ്പോൾ പീക്ക് വാല്യൂവിൻ്റെ ഡ്യൂറേഷൻ ഷോർട്ട് ആണെങ്കിൽ നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഇനി മാക്സിമം ബേസ്റ്റ് സൈസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മാക്സിമം ലെങ്ത് ഓഫ് ദ ടൈം, ഈ പീക്ക് റേറ്റ് എത്ര നേരം നിൽക്കുന്നു എന്നുള്ളതാണ് മാക്സിമം ബേസ്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഈ പീക്ക് റേറ്റ്, ഈ പീക്ക് ടൈം, നമ്മുടെ ട്രാഫിക്കിൻ്റെ പീക്ക് ടൈം എത്ര നേരം നിൽക്കുന്നു എന്നുള്ളതാണ് ബേസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത് ദാറ്റ് ദ നെറ്റ്വർക്ക് നീഡ് ടു അലോക്കേറ്റ് ഫോർ ദ ഫ്ലോ ഓഫ് ട്രാഫിക്കിന് വേണ്ടി എന്തോരം ബാൻഡ്വിഡ്ത്ത് വേണം, അതാണ് എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത്. ഇനി ട്രാഫിക് പ്രൊഫൈൽസ് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഫ്ലോസ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ട്രാഫിക് പ്രൊഫൈൽസ് ഉണ്ട്. അതായത് എന്തൊക്കെയാണ് കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ്, പിന്നെ വേരിയബിൾ ബിറ്റ് റേറ്റ് ഓർ ബേസ്റ്റി, അങ്ങനെ കുറച്ച് ട്രാഫിക് പ്രൊഫൈൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, CBR എന്നാണ് പറയുന്നത്. ഇത് ഫിക്സഡ് റേറ്റ് ആണ്. ട്രാഫിക് മോഡൽ ഹാസ് ദ ഡാറ്റ റേറ്റ് ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അപ്പം ആ ഡാറ്റ റേറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, ഒരേ റേഞ്ചിൽ തന്നെ ഡാറ്റ ഫ്ലോ വന്നുകൊണ്ടിരിക്കുക. അതാണ് കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്.
ഇനി വേരിയബിൾ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് VBR ആണ്. അപ്പോൾ എന്തായിരിക്കും, ഡാറ്റ ഫ്ലോ ചേഞ്ച് ചെയ്യും. ഡാറ്റ ഫ്ലോയ്ക്കകത്ത് ഡാറ്റ റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില സമയത്ത് 100 പോകുന്നുണ്ടെങ്കിൽ ചില സമയത്ത് 200 പോകുന്നുണ്ടെങ്കിൽ ചില സമയത്ത് 50 പോകുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്തോണ്ട് ഡാറ്റ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഫിഗേഴ്സ് കേട്ടോ. ഇനി ബേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഡാറ്റ റേറ്റ് ദാറ്റ് ചേഞ്ചസ് സഡൻലി ഇൻ വെരി ഷോർട്ട് ടൈം. ചെറിയ സമയത്ത് പെട്ടെന്ന് ചേഞ്ചിങ് സംഭവിക്കുന്നതിനാണ് ബേഴ്സ്റ്റി ഡാറ്റ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിൻ്റെയും ബാക്കിയുള്ള നോട്ട്സും കൂടെ വായിച്ചു നോക്കണം. ഞാൻ കാര്യങ്ങൾ എന്താണെന്നാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി കൺജഷൻ എന്താണെന്ന് നോക്കാം. പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിനകത്തെ പ്രധാനമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് കൺജഷൻ എന്ന് പറയുന്നത്. കൺജഷൻ ഇൻ നെറ്റ്വർക്ക് മേ ഓക്കർ ഇൻ ഇഫ് ദ ലോഡ് ഓഫ് ദി നെറ്റ്വർക്ക് the number of the packets sent to the network is greater than the capacity. അതായത് ഒരു നെറ്റ്വർക്കിലൂടെ പോകാൻ പറ്റുന്നതിൽ കൂടുതൽ പാക്കറ്റുകൾ അറ്റ് എ ടൈം നെറ്റ്വർക്കിലൂടെ പോകുമ്പോഴാണ് കൺജഷൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു നെറ്റ്വർക്കിൽ 10 പോകാൻ പറ്റുള്ളെങ്കിൽ 12 നമ്മൾ അതിനകത്തൂടെ അയക്കുകയാണെങ്കിൽ നമുക്കവിടെ കൺജഷൻസ് ഉണ്ടാകും. ആ ഒരു സിറ്റുവേഷനാണ് കൺജഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് ലോഡ് കൂടുന്നതിനാണ് കൺജഷൻ എന്ന് പറയുന്നത്. കൺജഷൻ കൺട്രോൾ refers to mechanism and techniques to control the congestion. കീപ് ദ ലോഡ് ബിലോ ദ കപ്പാസിറ്റി. അപ്പോൾ കൺജഷൻ കൺട്രോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺജഷനെ കൺട്രോൾ ചെയ്തിട്ട് ആ നെറ്റ്വർക്കിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റിയിലോട്ട് മാറ്റുക. അതാണ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺജഷൻ കൺട്രോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അവിടെ ക്യൂസ് ഉണ്ടാവും അല്ലേ. കൺജഷൻ വരാൻ തന്നെ അവിടെ പാക്കറ്റ്സുകൾ ഇങ്ങനെ ക്യൂവിൽ വന്ന് നിൽക്കുക ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അതായത് ഇപ്പോൾ റൂട്ടേഴ്സ് ഉണ്ടാവും, സ്വിച്ചസ് ഉണ്ടാവും. സ്വിച്ചസിലും റൂട്ടേഴ്സിലൊക്കെ ക്യൂസിൽ വന്നിങ്ങനെ എന്ത് നിൽക്കും, നമ്മുടെ പാക്കറ്റ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നെറ്റ്വർക്ക് പെർഫോമൻസ്, അപ്പം കൺജഷൻ കൺട്രോളിനകത്ത് നെറ്റ്വർക്ക് പെർഫോമൻസിന് മെഷർ ചെയ്യാൻ 2 ഫാക്ടേഴ്സാണുള്ളത്, ഡിലേയും ത്രൂപുട്ടും. നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ 2 ഫാക്ടേഴ്സാണുള്ളത്, ഡിലേയും ഉണ്ട് ത്രൂപുട്ടും ഉണ്ട്. ഓക്കെ, ഡിലേ എന്ന് പറയുന്നത് അതൊരു താമസമാണ്. ത്രൂപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്, അതാണ് ത്രൂപുട്ട് കേട്ടോ. ഇനി നമുക്ക് കൺജഷൻ കൺട്രോൾ എന്താണെന്ന് നോക്കാം. കൺജഷൻ കൺട്രോൾ റിഫേഴ്സ് ടു ദ ടെക്നിക് ആൻഡ് മെക്കാനിസംസ് ദാറ്റ് ക്യാൻ ഐദർ പ്രിവെൻറ്റ് ദ കൺജഷൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. അപ്പം ഒരു കൺജഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നെറ്റ്വർക്കിനകത്ത് അത് ഹാപ്പൻ ചെയ്യുന്നതിന് മുന്നേ, അത് സംഭവിക്കുന്നതിന് മുന്നേ നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് കൺജഷൻ കൺട്രോളിൻ്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക കേട്ടോ. പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടായതിന് ശേഷം റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺജഷൻ കൺട്രോൾ മെക്കാനിസത്തെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. നോക്കുക, ഓപ്പൺ ലൂപ്പ് കാറ്റഗറി ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് കാറ്റഗറി ഉണ്ട്. കണ്ടല്ലോ. അപ്പം ഓപ്പൺ ലൂപ്പിനകത്ത് കുറച്ച് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റീട്രാൻസ്മിഷൻ പോളിസി, വിൻഡോ പോളിസി, അക്നോളജ്മെൻറ്റ് പോളിസി, ഡിസ്കാർഡിംഗ് പോളിസി, അഡ്മിഷൻ പോളിസി. ക്ലോസ്ഡ് ലൂപ്പിനകത്ത് ബാക്ക് പ്രഷർ, ചോക്ക് പാക്കറ്റ്, ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്, എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺജഷൻ കൺട്രോൾ ഇറ്റ്സെൽഫ് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സബ് പോയിന്റ്സ് ഒക്കെ പഠിക്കണം. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളിനകത്ത് വരുന്നതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പോളിസീസ് ആർ അപ്ലൈഡ് ടു പ്രിവെൻറ്റ് കൺജഷൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സംഭവിക്കുന്നതിന് മുന്നേ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പോളിസീസ് എന്തൊക്കെയാണെന്നാണ് ഓപ്പൺ ലൂപ്പിനകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഒന്നെങ്കിൽ സോഴ്സിൽ നടക്കാം അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ നടക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് പ്രിവെൻറ്റിങ്ങിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റിങ്ങിന് വേണ്ടിയുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇനി അതിനകത്ത് ആദ്യം വരുന്ന റീട്രാൻസ്മിഷൻ പോളിസി. റീട്രാൻസ്മിഷൻ പോളിസി എന്ന് പറയുന്നത് റീട്രാൻസ്മിഷൻ ഈസ് സംടൈംസ് അൺഅവോയ്ഡബിൾ ഇഫ് ദ സെൻഡർ ഫീൽസ് ദാറ്റ് ദ സെൻഡ് പാക്കറ്റ് ഈസ് ലോസ്റ്റ് ഓർ കറപ്റ്റഡ് ദ പാക്കറ്റ് നീഡ് ടു ബി റീട്രാൻസ്മിറ്റഡ്. നമുക്കറിയാമല്ലോ, അപ്പോൾ സെൻഡർ ഇപ്പോൾ നമ്മൾ അയച്ച പാക്കറ്റ് കറപ്റ്റഡ് ആയി അല്ലെങ്കിൽ ലോസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. റീട്രാൻസ്മിഷൻ ഈസ് ജനറൽ മേ ഇൻക്രീസ് ദ കൺജഷൻ ഇൻ ദ നെറ്റ്വർക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് റീട്രാൻസ്മിഷൻസ് വരുമ്പോൾ അപ്പം ഒന്നിൽ കൂടുതൽ ഇപ്പോൾ സെയിം പാക്കറ്റ് തന്നെ മേ ബി അത് ഡിസ്കാർഡ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ നേരത്തെ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അക്നോളജ്മെൻറ്റ് കിട്ടാത്ത സമയത്ത് നമ്മൾ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ റീട്രാൻസ്മിഷൻസ് വരുമ്പോൾ നെറ്റ്വർക്കിൽ കൺജഷൻസ് കൂടാൻ സാധ്യതയുണ്ട് ഉണ്ടല്ലോ. അപ്പം ഹൗവർ എ ഗുഡ് റീട്രാൻസ്മിഷൻ പോളിസി ക്യാൻ പ്രിവെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു റീട്രാൻസ്മിഷൻ പോളിസി ഉണ്ടെങ്കിൽ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ,
prevent the congestion. Retransmission policy and retransmission timers must be designed to optimize the efficiency and at the same time prevent the congestion. അപ്പം റീട്രാൻസ്മിഷൻ പോളിസിയും വേണം, റീട്രാൻസ്മിഷൻ ടൈമേഴ്സും വേണം. ഓക്കെ, അപ്പോൾ റീട്രാൻസ്മിഷൻ പോളിസിയും റീട്രാൻസ്മിഷൻ ടൈമേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല രീതിയിൽ നമുക്ക് ഈ റീട്രാൻസ്മിഷൻ വഴിയുള്ള കൺജഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത വിൻഡോ പോളിസി. വിൻഡോ പോളിസി എന്താണ്? അതായത് ഇപ്പം സെൻറ്റർ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, നമ്മുടെ റിസീവർ വിൻഡോയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സെൻറ്റർ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കൺജഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ സെലക്ട് റിപ്പീറ്റ് ARQനകത്ത് നമുക്കൊരു വിൻഡോ ഉണ്ടായിരുന്നു, ഗോ ബാക്കിനകത്ത് ഒരു വിൻഡോ ഉണ്ടായിരുന്നു. അതുപോലെ in the go back end window, when the timer of the packet is time out, several packets may be resent, although sometimes may be arrived safe and sound at the receiver. This duplication may take the congestion worse. Okay, നമ്മൾ ഗോ ബാക്ക് എൻഡിൽ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഗോ ബാക്ക് എൻഡ് പോളിസിയുടെ സമയത്ത് എന്തായിരുന്നു, നമ്മളിപ്പം പാക്കറ്റ്സ് ആണ് അയക്കുന്നതെങ്കിൽ അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 5 എണ്ണമാണ് നമ്മളൊരു ഫ്രെയിമിൽ അയച്ചതെങ്കിൽ 5 നമ്മൾ തിരിച്ചയക്കും അല്ലേ, വീണ്ടും റീസെൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പാക്കറ്റ്സ് നെറ്റ്വർക്കിൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ വിൻഡോ പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു വിൻഡോ സൈസിൽ ഒരു വിൻഡോയുടെ സൈസിലാണ് നമ്മൾ വീണ്ടും തിരിച്ചയക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൺജഷൻസ് വീണ്ടും കൂടും. അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കൺജഷൻ വിൻഡോ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ പറയുന്നത് കൺജഷൻ കൺട്രോളിനകത്തുള്ള പല ടൈപ്പുകളാണ് കേട്ടോ. ഏതൊക്കെ രീതിയിൽ കൺജഷൻസ് ഉണ്ടാവുന്നു എന്നുള്ള പല ടൈപ്പുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള, ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് റീട്രാൻസ്മിഷൻ പോളിസി സെറ്റ് ചെയ്താൽ പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ ഇനി വിൻഡോ റീസെൻറ്റ് ചെയ്യുന്ന പോളിസി സെറ്റ് ചെയ്യണം. പിന്നെ അടുത്ത അക്നോളജ്മെൻറ്റ് പോളിസിൻ്റെ പേര് പറയുന്നത് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തത് റിസീവർ അയക്കുന്നതാണ് അക്നോളജ്മെൻറ്റ്, അടുത്ത ഫ്രെയിം എനിക്ക് ഏത് വേണമെന്ന് അയക്കുന്നതാണ് അക്നോളജ്മെൻറ്റ്. ഓക്കെ, റിസീവറാണ് പറയുന്നത്. ദ റിസീവർ ഡസ് നോട്ട് അക്നോളജ് എവറി പാക്കറ്റ് ഇറ്റ് റിസീവ്സ്, ഇറ്റ് മേ സ്ലോ ഡൗൺ ദ സെൻറ്റർ ആൻഡ് ഹെൽപ്പ് പ്രിവെൻറ്റ് കൺജഷൻ. അപ്പം എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ ആക്ച്വലി അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻറ്ററിൽ എത്തിയാൽ മാത്രമേ സെൻറ്റർ അടുത്ത പാക്കറ്റ് അയക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊരു കേസിൽ അപ്പോൾ ഈ റിസീവർ കുറച്ചൊന്ന് ഡിലേ ചെയ്താൽ സെൻറ്റർ അയക്കുന്നതിൻ്റെ സ്പീഡും കുറച്ച് കുറയും. ഓക്കെ, അപ്പോൾ അക്നോളജ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്നോളജ്മെൻറ്റിൽ കുറച്ച് ഡിലേ വരുത്തുക. അങ്ങനെ വരുമ്പോൾ സെൻറ്റർ അയക്കുന്നത് കുറയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനകത്ത് കൺജഷൻ കുറയും. ഓക്കെ, പിന്നെ ഡിസ്കാർഡിംഗ് പോളിസി എന്താണ്? ഈ ഡിസ്കാർഡിംഗ് പോളിസി ആക്ച്വലി റൂട്ടേഴ്സാണ് കേട്ടോ. കൺജഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റൂട്ടേഴ്സാണ് ഡിസ്കാർഡിംഗ് പോളിസി ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ഹാം ചെയ്യാത്ത രീതിയിൽ നമ്മുടെ പാക്കറ്റ്സുകൾ ഡിസ്കാർഡ് ചെയ്യുക. അത് ചെയ്യുന്ന ആരാണ്? റൂട്ടേഴ്സാണ് ചെയ്യുന്നത്. പിന്നെ അഡ്മിഷൻ പോളിസി എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ക്വാളിറ്റി ഓഫ് സർവീസ് മെക്കാനിസമാണ്. ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് മെക്കാനിസമാണ് അഡ്മിഷൻ പോളിസി എന്ന് പറയുന്നത്. ഇത് എന്താണ്, കൺജഷനെ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിനകത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? സ്വിച്ചസ് ഇൻ എ ഫ്ലോ ഫസ്റ്റ് ചെക്ക് ദ റിസോഴ്സ് റിക്വയർമെൻറ്റ് ഓഫ് ദ ഫ്ലോ ബിഫോർ അഡ്മിറ്റിംഗ് ദ നെറ്റ്വർക്ക്. എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്കിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ പാക്കറ്റുകൾ പോകാനുള്ള റിസോഴ്സസ് ആ നെറ്റ്വർക്കിനുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം അഡ്മിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ ചുമ്മാ ഒന്നും നോക്കാതെ നെറ്റ്വർക്കിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിനകത്തൂടെ സെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതോടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ നോക്കിയിട്ട് അഡ്മിറ്റ് ചെയ്യാം. അതാണ് അഡ്മിഷൻ പോളിസി. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ ആണ്. ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ അപ്പോൾ എന്തായിരിക്കും? ട്രൈ ടു അലീവിയേറ്റ് കൺജഷൻസ് ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻസ്. അപ്പം അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, കൺജഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനെ അലീവിയേറ്റ് ചെയ്ത് അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ് പറയുന്നത്. ബാക്ക് പ്രഷർ ഉണ്ട്, ചോക്ക് പാക്കറ്റ്, ബാക്ക് പ്രഷർ ഉണ്ട്, ചോക്ക് പാക്കറ്റ് ഉണ്ട്, പിന്നെ എന്താണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്, എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളിനകത്ത് വരുന്നത്. നമുക്ക് നോക്കാം.
ബാക്ക് പ്രഷർ എന്ന് പറയുന്നത് വെച്ചാൽ കൺജഷൻ കൺട്രോൾ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കേട്ടോ. കൺജഷൻ കൺട്രോൾ മെക്കാനിസം ഇൻ വിച്ച് എ കൺജസ്റ്റഡ് നോഡ് സ്റ്റോപ്സ് റിസീവിങ് ദ ഡാറ്റ ഫ്രം ദ ഇമ്മീഡിയറ്റ് അപ്സ്ട്രീം നോഡ് ഓർ നോഡ്സ്. അപ്പം കൺജഷൻ ഉണ്ടായിരിക്കുന്ന ആ ഒരു നോഡ് എന്താണ് സംഭവിക്കുന്നത്, തൊട്ട് മുകളിലത്തെ നോഡിൽ നിന്നും ഡാറ്റ സ്വീകരിക്കാതെ പെട്ടെന്ന് തന്നെ ഡാറ്റ സ്വീകരിക്കുന്നത് നിർത്തിവെക്കുന്നു. ദിസ് മേ കോസ് ദ അപ്സ്ട്രീം നോഡ് ഓർ നോഡ്സ് ടു ബി കൺജസ്റ്റഡ്. അങ്ങനെ വരുമ്പം അതായത് ഡാറ്റ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അപ്പോൾ ഞാനിപ്പോൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ എവിടെ കൂടിക്കിടക്കും, തൊട്ട് മുന്നത്തെ നോഡിൽ കൂടിക്കിടക്കും, കൺജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇൻ ദ ടേൺ റിജക്ട് ഡാറ്റ ഫ്രം ദർ അപ്സ്ട്രീം നോഡ്സ് ഓർ നോഡ്സ് ആൻഡ് സോ ഓൺ. അപ്പം ബാക്ക് പ്രഷർ ഈസ് എ നോഡ് ടു നോഡ് കൺജഷൻ ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ നോഡ് ആൻഡ് പ്രൊപ്പഗേറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഡാറ്റ ഫ്ലോ. അപ്പോൾ ബാക്ക് പ്രഷർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു നോഡാണ് സ്വീകരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് നോഡുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് നോഡുകളുണ്ട്. അപ്പം നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ ഒരു പ്രഷർ നമ്മൾ എങ്ങോട്ട് കൊടുക്കും, തൊട്ട് മുന്നത്തെ നോഡിലോട്ട് കൊടുക്കും. അപ്പോൾ അവരും അവിടെ നോഡ് സ്വീകരിക്കാതെ വരും, അത് വീണ്ടും തൊട്ട് പുറകിലത്തെ നോഡിലോട്ട് കൊടുക്കും. അങ്ങനെ ബാക്ക് പ്രഷർ പുറകോട്ട് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് ബാക്ക് പ്രഷർ ടെക്നിക്ക്. ഓക്കെ, അത് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നോഡ്സിൻ്റെ ആ ഒരു കൺജഷൻ കൺട്രോളിൻ്റെ ആ ഒരു പ്രഷർ ഡാറ്റ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തു. അതാണ് ബാക്ക് പ്രഷർ ടെക്നിക്സ് എന്ന് പറയുന്നത്. എനിക്ക് അതിൻ്റെ ഇമേജാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇമേജാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനാണ്, അപ്പോൾ ഇവിടെയാണ് കൺജഷൻ ഉണ്ടായതെങ്കിൽ നമ്മൾ അവിടുന്ന് ബാക്ക് പ്രഷർ കൊടുക്കുകയാണ്. ഓക്കെ, സോഴ്സിലോട്ട് ബാക്ക് പ്രഷർ കൊടുക്കുന്നു. ഈ ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചോക്ക് പാക്കറ്റ് ഈസ് ദ പാക്കറ്റ് സെൻഡ് ബൈ എ നോഡ് ടു ദ സം സോഴ്സ് ടു ഇൻഫോം ഇറ്റ് ഓഫ് ദ കൺജഷൻ. ഓക്കെ, കൺജഷനെ കുറിച്ച് സോഴ്സിനെ അറിയിക്കാൻ വേണ്ടി നമ്മളൊരു പാക്കറ്റ് അയച്ചു കൊടുക്കണം, അതിനാണ് നമ്മൾ ചോക്ക് പാക്കറ്റ് എന്ന് പറഞ്ഞത്. നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാക്ക് പ്രഷർ ആൻഡ് ദ ചോക്ക് പാക്കറ്റ് മെത്തേഡ്. ഇൻ ബാക്ക് പ്രഷർ വാർണിംഗ് ഈസ് ദ warning is from one node to its upstream node, although warning may be eventually reach the source destination. അപ്പം ബാക്ക് പ്രഷറിനകത്ത് എന്താണ്, ഒരു നോഡിൽ ചെന്ന് അടുത്ത നോഡ് ചെന്ന് അങ്ങനെയാണ് സോഴ്സിലെത്തുന്നത്. ഓക്കെ, പക്ഷേ ചോക്ക് പാക്കറ്റിനകത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ പാക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ് കൺജഷൻ ഉണ്ടായതെങ്കിൽ ഒരു പാക്കറ്റ് നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് സോഴ്സിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺജഷൻ ഉണ്ടായി, ഇനി ഡാറ്റ സെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു പാക്കറ്റ് നേരിട്ട് സോഴ്സ് പാക്കറ്റിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. വാർണിംഗ് ഈസ് ഫ്രം ദ റൂട്ടർ വിച്ച് ഈസ് എൻകൗണ്ടർഡ് കൺജഷൻ. അപ്പോൾ ഏത് റൂട്ടറിലാണ് കൺജഷൻ ഉണ്ടായത്, കൺജഷൻ ഉണ്ടായ റൂട്ടർ ഏതാണോ അവിടുന്ന് സോഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പാക്കറ്റ് അയക്കുകയാണ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ചോക്ക് പാക്കറ്റ്. പിന്നെ ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ. കൺജസ്റ്റഡ് നോഡും സോഴ്സും തമ്മിലൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷേ സോഴ്സ് ഗസ് ചെയ്യും എന്താണ് കൺജഷൻ സംവെയർ നെറ്റ്വർക്കിനകത്ത് കൺജഷൻ, അതായത് മറ്റ് സിംറ്റംസ് നോക്കിയിട്ട് എവിടെയോ കൺജഷൻ ഉണ്ടായി എന്നുള്ളത് എന്ത് ചെയ്യും, സോഴ്സ് ഗസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പം കുറേ പാക്കറ്റ് അയച്ചു, അതിന് അക്നോളജ്മെൻറ്റ് വരുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പം എന്താണ്, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇൻട്രപ്റ്റ് ചെയ്തിട്ട് കൺജഷൻ നെറ്റ്വർക്കിലുണ്ടെന്നുള്ള സോഴ്സ് ഗസ് ചെയ്യും. അതാണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് വെച്ചാൽ ഒരു നോഡ് ഒരു കൺജഷൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ്ലി ഒരു സിഗ്നൽ സെൻഡ് ചെയ്യും. നമ്മൾ പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ എക്സ്പ്ലിസിറ്റ്ലി ഒരു സിഗ്നൽ സോഴ്സിന് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷന് സെൻഡ് ചെയ്യും. അപ്പോൾ അതാണ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് മെത്തേഡ്. പക്ഷേ ഇത് ചോക്ക് പാക്കറ്റ് മെത്തേഡിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പാക്കറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിങ്ങിനകത്ത് എന്താണ്, നമ്മൾ ഈ ഡാറ്റ ക്യാരി ചെയ്യുന്ന പാക്കറ്റിനൂടെ ഒരു സിഗ്നലാണ് അയക്കുന്നത്. ഡാറ്റ ക്യാരി ചെയ്യുന്ന പാക്കറ്റിൻ്റെ കൂടെയാണ് സിഗ്നൽ അയക്കുന്നത്. മറ്റേത് നമ്മളൊരു സെപ്പറേറ്റ് പാക്കറ്റാണ് ജനറേറ്റ് ചെയ്ത് അയക്കുന്നത്. അതാണ് ചോക്ക് പാക്കറ്റും എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ബാക്ക്വേർഡ് സിഗ്നലിംഗ് ഉണ്ട്, ഫോർവേഡ് സിഗ്നൽ. ബാക്ക്വേർഡ് സിഗ്നലിംഗ് എന്തായിരിക്കും, ഈ സിഗ്നൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൺജഷൻ്റെ ഡാറ്റ ഫ്ലോ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അയക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്വേർഡ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി അതെന്തായിരിക്കും, ഓപ്പോസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ സോഴ്സ് ആണ് ഇവിടെയെങ്കിൽ ഇങ്ങോട്ടാണ് നമ്മൾ ഡാറ്റ ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കൺജഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് കൺജഷൻ ഉണ്ടായ ഇടത്തുനിന്ന് സോഴ്സിലോട്ട് അയക്കുന്നു. ഫോർവേഡ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുക എന്നുള്ളതാണ്. സിഗ്നൽ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഫോർവേഡ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് കൺജഷൻ കൺട്രോൾ.
പിന്നെ അത് കണ്ടക്ഷൻ കൺട്രോൾ TCPയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളത് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ അത് ബാക്കി മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഫ്രെയിം റിലേയിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ കൺജഷൻ കൺട്രോളിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ എക്സാമ്പിൾസ് വായിച്ച് മനസ്സിലാക്കണം. ഇനി അപ്പോൾ അതാണ് കൺജഷൻ കൺട്രോൾ. അപ്പോൾ എന്താണ് കൺജഷൻ, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ക്വാളിറ്റി ഓഫ് സർവീസ്. ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഇൻ്റർനെറ്റ് വർക്കിംഗ് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പം അത് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യം പറയുന്നതാണ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് വേണം. ഓക്കെ, നമുക്ക് ആ ഒരു നല്ലൊരു ഫ്ലോ വേണമെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് വേണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? റിലയബിലിറ്റി, ഡിലേ, ജിറ്റർ, ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ വെച്ചാൽ റിലയബിലിറ്റി, ഡിലേ, ജിറ്റർ, ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് എ ഫ്ലോ നീഡ്സ്. ഒരു ഫ്ലോയ്ക്ക് വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് റിലയബിലിറ്റി മീൻസ് ലോസിങ് എ പാക്കറ്റ് ഓർ അക്നോളജ്മെൻറ്റ്. അപ്പോൾ ലാക്ക് ഓഫ് റിലയബിലിറ്റി ഇല്ലെങ്കിൽ, റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അയച്ച സാധനം കറക്റ്റായിട്ട് അവിടെ എത്തി എന്നുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിശ്വാസം, അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിലയബിലിറ്റി ഇല്ലെങ്കിൽ എന്താണ് അതിനർത്ഥം? അതായത് അതിനൊരു ഉത്തരവാദിത്വം ഇല്ല, അത് അവിടെ എത്തിയെങ്കിൽ എത്തി, അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് വന്നില്ല, ഇടയ്ക്കുള്ള പാക്കറ്റ് ലോസ് ആയി, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് റിലയബിലിറ്റിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പം റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഡിലേ, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡിലേ ഈസ് അനദർ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. എഗൈൻ ആൻ ആപ്ലിക്കേഷൻ ക്യാൻ ടോളറേറ്റ് ഡിലേ ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ്. അപ്പം ഡിലേസ് നമുക്ക് പല രീതിയിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില കേസുകളിൽ ഡിലേ എന്താണ്? ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡിലേ ആണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഇനി ജിറ്റർ എന്ന് പറയുന്നത് വെച്ചാൽ വേരിയേഷൻ ഇൻ ദ ഡിലേ ഫോർ പാക്കറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം ഫ്ലോ. സെയിം ഫ്ലോയിലുള്ള പാക്കറ്റ്സിനകത്ത് വരുന്ന ഡിലേയുടെ വേരിയേഷൻ, അതാണ് ജിറ്റർ. ഡിലേയുടെ വേരിയേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിറ്റർ എന്ന് പറയുന്നത് കേട്ടോ, ഡിലേയുടെ വേരിയേഷൻ. ഇപ്പോൾ 4 പാക്കറ്റ്സ് തൊട്ട് 4 പാക്കറ്റ്സ് നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കാം, എല്ലാത്തിനും സെയിം ഡിലേ ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 4 പാക്കറ്റ്സും ഇപ്പം അറൈസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിലേസിലാണ് വിചാരിക്കുക. അങ്ങനെ അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങളാണ് എന്ത് പറയുന്നത്? ജിറ്റർ എന്ന് പറയുന്നത്. അപ്പം ചില കേസുകളിൽ ഡിലേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതായത് വീഡിയോ ഓഡിയോ കോൺഫറൻസിങ്ങിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിലേസ് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ചില കേസുകളിൽ ഡിലേസ് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ജിറ്റർ ഡിഫൈൻസ് എ വേരിയേഷൻ ഇൻ ദ പാക്കറ്റ് ഡിലേ ആണ് ജിറ്റർ എന്ന് പറയുന്നത്. ഹൈ ജിറ്റർ മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലേസ് ഇൻ ലാർജ്. ഡിലേസ് ഈസ് ലാർജ്. ഹൈ ജിറ്റർ എന്ന് പറഞ്ഞാൽ ആ ഡിലേയുടെ ഡിഫറൻസ് ലാർജ് ആണെന്നാണ് അർത്ഥം. സെയിം ഫ്ലോയിൽ പോകുന്ന പാക്കറ്റുകളിലെ ഡിലേയുടെ ഡിഫറൻസ് ലാർജ് ആണെന്നാണ് ഹൈ ജിറ്റർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ഓക്കെ, പിന്നെ ബാൻഡ്വിഡ്ത്ത് എന്താണ്? ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നീഡ്സ് ഡിഫറെൻറ്റ് ബാൻഡ്വിഡ്ത്ത്സ്. ഓക്കെ, ഇപ്പോൾ പല രീതിയിലുള്ള ബാൻഡ്വിഡ്ത്തുകൾ വേണ്ടിയിട്ട്, അപ്പോൾ ഓരോ രീതിക്കും അനുസരിച്ചുള്ള ബാൻഡ്വിഡ്ത്തുകൾ വേണം നമ്മൾ ആ നെറ്റ്വർക്കിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിനകത്ത് നമുക്ക് ഫ്ലോസിനെ 2 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. ഓരോ ഗ്രൂപ്പിനകത്തും സിമിലർ ലെവൽസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്താണ്? ഓക്കെ, ഫ്ലോയ്ക്ക് ക്ലാസ്സസും ഉണ്ട് കേട്ടോ. ഇനി ഇത് ടെക്നിക്സ് ടു ഇംപ്രൂവ് എന്നായിരിക്കും. ടെക്നിക്സ് ടു ഇംപ്രൂവ് QoS. അപ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. ഓക്കെ, അപ്പം കോമൺ മെത്തേഡ് എന്തൊക്കെയാണ്? ഷെഡ്യൂളിങ്, ട്രാഫിക് ഷേപ്പിംഗ്, അഡ്മിഷൻ കൺട്രോൾ ആൻഡ് റിസോഴ്സ് റിസർവേഷൻ. ക്വാളിറ്റി ഓഫ് സർവീസ്, അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ്? ഷെഡ്യൂളിങ്, ട്രാഫിക് ഷേപ്പിംഗ്, അഡ്മിഷൻ കൺട്രോൾ, പിന്നെ റിസോഴ്സ് റിസർവേഷൻ. ഓക്കെ, ഇതാണ് ക്വാളിറ്റി ഓഫ് സർവീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂളിംഗ് നമ്മൾ OSലൊക്കെ പഠിച്ചാണ്. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫ്ലോസ് അറൈവ്സ് അറ്റ് എ സ്വിച്ച് ഓർ റൂട്ടർ ഫോർ പ്രോസസ്സിംഗ്. എ ഗുഡ് ഷെഡ്യൂളിംഗ് ടെക്നിക്സ് ട്രീറ്റ്സ് എ ഡിഫറെൻറ്റ് ഫ്ലോസ് ഇൻ ദ ഫെയർ ആൻഡ് അപ്രോപ്രിയേറ്റ് മാനർ. അതായത്
ഡിഫറെൻറ്റ് ഡാറ്റ ഫ്ലോ ഉള്ള ഡിഫറെൻറ്റ് ഡാറ്റ ഫ്ലോ ഉള്ള പാക്കറ്റ്സ് എല്ലാം കൂടെ ഒരു സ്വിച്ചിൽ വന്നു വിചാരിക്കും. അപ്പോൾ അവിടെ നല്ലൊരു ഷെഡ്യൂളിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഫെയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതായത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് ഷെഡ്യൂളിംഗ് മെത്തേഡ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ ഒരു ഫെയർ ക്യൂവിങ്ങിന് വേണ്ടി, അതായത് നല്ല രീതിയിൽ ക്യൂ ചെയ്യാൻ വേണ്ടി, ക്യൂ എന്ന് പറഞ്ഞാൽ ആ ക്യൂ നമ്മളതിൻ്റെ ക്യൂ പാലിക്കാമെന്നറിയില്ല, അതുപോലെ തന്നെ ക്യൂവിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഷെഡ്യൂളിംഗ് മെത്തേഡ്സ് ഉണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ ഫിഫോ ക്യൂയിങ് ആണ്. ഫിഫോ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ഫിഫോ. ഓക്കെ, അതെന്താണ്? നമുക്കൊരു ബഫർ ഉണ്ടാവും അല്ലേ, ഇത് സേവ് ചെയ്യാൻ വേണ്ടി ഒരു ബഫർ ഉണ്ടാവും, ഒരു ടെമ്പററി ബഫർ ഉണ്ടാവും. അപ്പോൾ പ്രോസസ്സ് ചെയ്തതിന് പിന്നെ നമ്മൾ എല്ലാത്തിനും നമ്മൾ ഈ ബഫറിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരെണ്ണം വന്നു, അപ്പോൾ നമ്മൾ നോക്കും ബഫർ ഫുൾ ആണോ അല്ലയോ നോക്കും. ബഫർ ഫുൾ ആണെങ്കിൽ നമ്മളതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ ക്യൂവിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഫിഫോ എന്തായിരിക്കും? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഫസ്റ്റ് വന്നത് ഫസ്റ്റ് ക്യൂവിലോട്ട് കയറ്റുന്നു, ഫുൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി പ്രയോറിറ്റി ക്യൂയിങ് ഉണ്ട്. പ്രയോറിറ്റി ക്യൂയിങ് എന്തായിരിക്കും? അപ്പോൾ പാക്കറ്റ്സുകൾക്കൊക്കെ ഒരു പ്രയോറിറ്റി അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് സെയിം കൺസെപ്റ്റാണ്, വോയിസിലൊക്കെ പഠിച്ചിരിക്കുന്ന സെയിം കൺസെപ്റ്റാണ്. പ്രയോറിറ്റി അസൈൻ ചെയ്തിട്ടുണ്ടാകും. ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ക്യൂവിലോട്ട് കടത്തി വിടുന്നത്. ഹയസ്റ്റ് പ്രയോറിറ്റി ആദ്യം പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, ലോവസ്റ്റ് പ്രയോറിറ്റി ലാസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നു. അതാണ്. അപ്പോൾ ക്യൂ എം ടി ആവുന്നവരെ ഈ സിസ്റ്റം പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അറൈവ് ചെയ്യുന്ന സമയത്ത് ഫുൾ ആണെന്ന് നോക്കി. ഹൈ പ്രയോറിറ്റി ക്യൂ ഉണ്ട്, ലോ പ്രയോറിറ്റി ക്യൂ ഉണ്ട്. അപ്പോൾ രണ്ടിനും രണ്ട് ഇതിനകത്തേക്കാണ് കയറ്റുന്നത്. ഇപ്പോൾ ഹൈ പ്രയോറിറ്റി കഴിഞ്ഞിട്ട് ലോ പ്രയോറിറ്റി ക്യൂ എന്നുള്ള രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, പിന്നെ വെയ്റ്റഡ് ഫെയർ ക്യൂയിങ് ഉണ്ട്. എന്തായിരിക്കും വെയ്റ്റഡ് ഫെയർ ക്യൂയിങ് എന്ന് പറഞ്ഞാൽ? പാക്കറ്റ്സ് ആർ സ്റ്റിൽ അസൈൻഡ് എ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആൻഡ് അഡ്മിറ്റഡ് ടു ഡിഫറെൻറ്റ് ക്യൂസ്. അപ്പം പാക്കറ്റ്സ് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സുകളാക്കി തിരിച്ച് ഡിഫറെൻറ്റ് ക്യൂസിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ദ ക്യൂസ് വെയ്റ്റഡ് ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി ഓഫ് ദ ക്യൂസ്. നമ്മുടെ ക്യൂവിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഡിഫറെൻറ്റ് ക്ലാസ്സുകളാക്കി തിരിച്ചിട്ട് അതിനെ ഡിഫറെൻറ്റ് ക്യൂസിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹയർ വെയിറ്റ് ഉള്ളതിനായിരിക്കും ഹയർ പ്രയോറിറ്റി, ആ രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് റൗണ്ട് റോബിൻ ഫാഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാക്കറ്റ്സുകൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ ട്രാഫിക് ഷേപ്പിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രാഫിക് ഷേപ്പിംഗ് എന്താണ്? മെക്കാനിസം ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് റേറ്റ് ഓഫ് ട്രാഫിക് സെൻഡ് ടു നെറ്റ്വർക്ക്. അപ്പം എമൗണ്ട് ഓഫ് ട്രാഫിക്, എത്ര എമൗണ്ട് ഒരു നെറ്റ്വർക്കിനകത്തേക്ക് അയക്കാൻ പറ്റുന്നുള്ളതാണ് ട്രാഫിക് ഷേപ്പിംഗ്. ഓക്കെ, പിന്നെ അത് രണ്ടാണ് ലീക്കി ബക്കറ്റും ടോക്കൺ ബക്കറ്റും. രണ്ട് ടൈപ്പാണ് ഇതിനകത്തുള്ളത്, ലീക്കി ബക്കറ്റും ടോക്കൺ ബക്കറ്റും. കണ്ടല്ലോ, ലീക്കി ബക്കറ്റും ടോക്കൺ ബക്കറ്റും, അത് രണ്ടും എന്താ നോക്കാം. ലീക്കി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ബക്കറ്റ് ഈസ് എ സ്മോൾ ഹോൾ അറ്റ് ദ ബോട്ടം. അപ്പം അത് നമ്മൾ ആക്ച്വലി സാധാരണ ഒരു ബക്കറ്റ് തന്നെ, ബക്കറ്റിൻ്റെ അടിയിൽ ചെറിയൊരു ഹോളാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, അതിനകത്ത് വാട്ടർ ലീക്ക് ചെയ്യുന്ന പോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റേറ്റിൽ. അപ്പോൾ ചെറിയൊരു ഹോളാണെങ്കിൽ ആ ഒരു ഹോളിൻ്റെ സൈസിൽ മാത്രമേ അതിനകത്ത് വാട്ടർ ലീക്ക് ചെയ്യുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റേറ്റിൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ലീക്ക് ചെയ്യിക്കുന്നു. അതാണ് ലീക്കി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം the rate at which water leaks does not depends on the rate of the which water input. അപ്പം എന്തോരം അതിനകത്തേക്ക് ഇൻപുട്ട് വരുന്നു എന്നുള്ളത് ഈ ലീക്കേജിനെ സംബന്ധിക്കുന്നൊരു കാര്യമേ അല്ല. ഓക്കെ, ബക്കറ്റ് എം ടി ആകുന്നവരെ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്റ്റഡ് എമൗണ്ടിൽ അത് ലീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ലീക്കി ബക്കറ്റ് എന്ന് പറഞ്ഞത്. ഫിക്സഡ് ഫ്ലോ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്തത് എൻ്റെ ഫിഗർ ഇവിടെ ഉണ്ട്. ടോക്കൺ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീക്കി ബക്കറ്റ് ഈസ് വെരി റെസ്ട്രിക്റ്റ്. ലീക്കി ബക്കറ്റ് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉള്ളതാണ്. ഡസ് നോട്ട് ക്രെഡിറ്റ് ആൻ ഐഡിയൽ ഹോസ്റ്റ്. ഇഫ് ഹോസ്റ്റ് ഈസ് നോട്ട് സെൻഡിങ് ഫോർ എ വൈൽ ബക്കറ്റ് ബിക്കംസ് എം ടി. അതായത് ഇപ്പോൾ ഒരു ഹോസ്റ്റ് അയക്കുന്നില്ലെങ്കിൽ ആ ബക്കറ്റ് എം ടി ആയിപ്പോൾ. അപ്പോൾ അതിന് കുറേ നേരം ഐഡിയൽ ആയിട്ട് ഇരിക്കേണ്ടി വരും. ഹോസ്റ്റ് ഹാസ് ബസ്റ്റി. ഇഫ് എ ഹോസ്റ്റ് ഹാസ് ബസ്റ്റി ഡാറ്റ, ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ ഓൺലി ആൻ ആവറേജ് റേറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. അതായത് എത്ര ഉണ്ടെങ്കിലും നമ്മുടെ ആ ഹോളിനകത്തോടെ പോകുന്ന മാത്രം നമ്മൾ പുറത്തോട്ട് വിടുള്ളൂ. ഓക്കെ, ടോക്കൺ ബക്കറ്റ് അൽഗോരിതം എന്താണെന്ന് വെച്ചാൽ ഐഡിയൽ ഹോസ്റ്റ് ക്യാൻ അക്യുമുലേറ്റ് ക്രെഡിറ്റ് ഫോർ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് ടോക്കൺസ്.
അപ്പം ഐഡിയൽ ചുമ്മാ ഇരിക്കുന്ന ഒരു ബക്കറ്റിന് ഫ്യൂച്ചറിലേക്ക് ടോക്കൺസിനെ കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓരോ ഫോർ ഈച്ച് ടിക്ക് ഓഫ് ദ ക്ലോക്ക് ദ സിസ്റ്റം സെൻഡ്സ് n tokens to the bucket. The system removes 1 token for every cell or of data sent. അപ്പം ഒരു ടോക്കൺസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതാണ് ടോക്കൺ ബക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടർ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ടോക്കൺസ് എല്ലാം ഇനീഷ്യലൈസ് ടു 0 ആയിരിക്കും. ഓരോ ടോക്കൺസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് കൗണ്ടർ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ടോക്കൺ ബക്കറ്റ്. ഓരോ ടോക്കൺ എടുക്കുന്നു, ഇതിനകത്തേക്ക് ക്യൂ ചെയ്യുന്നു. ഓക്കെ, പിന്നെ കമ്പൈനിങ് ടോക്കൺ ബക്കറ്റ് ആൻഡ് ലീക്കി ബക്കറ്റ്. ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ ടോക്കൺസ് എല്ലാം വരുന്നു, അതിനനുസരിച്ച് റെസ്ട്രിക്റ്റ് ആയിട്ട് ഓരോന്നോരോന്ന് താഴെ പോകുന്നു. അതാണ് കമ്പൈനിങ് എന്ന് പറയുന്നത്. പിന്നെ റിസോഴ്സ് റിസർവേഷൻ എന്താണ്? ഫ്ലോ ഓഫ് ഡാറ്റ നീഡ്സ് റിസോഴ്സസ് സച്ച് ആസ് ബഫർ, ബാൻഡ്വിഡ്ത്ത്, CPU ടൈം ആൻഡ് സോ ഓൺ. ദ ക്വാളിറ്റി ഓഫ് സർവീസസ് ഇംപ്രൂവ്ഡ് ഇഫ് ദ സോഴ്സ് ആർ റിസർവ്ഡ് ബിഫോർ ഹാൻഡ്. അപ്പം സോഴ്സിനെ റിസർവ് ചെയ്യാം. ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് സർവീസ് ഈസ് ഇംപ്രൂവ്ഡ് ഇഫ് ദീസ് റിസോഴ്സ് ആർ റിസർവ്ഡ്. അത് റിസോഴ്സിനെ റിസർവ് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് റിസോഴ്സ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ. ബഫറും ബാൻഡ്വിഡ്ത്തും CPU ടൈമൊക്കെ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുക. ഇന്ന സാധനം പോകാനുണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ റിസർവ് ചെയ്ത് വെക്കുക. പിന്നെ അഡ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് അത് നെറ്റ്വർക്കിലോട്ട് അക്സെപ്റ്റ് ചെയ്യണം റിജക്റ്റ് ചെയ്യണം തീരുമാനിക്കുക. ആ ഡാറ്റ പാക്കറ്റ് പോകാനുള്ള റിസോഴ്സസ് ആ നെറ്റ്വർക്കിൽ ഇല്ലെങ്കിൽ അതിനെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക. അതാണ് അഡ്മിഷൻ കൺട്രോൾ. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സർവീസസ്. അപ്പം ഇൻ്റർനെറ്റിൽ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 2 സർവീസാണുള്ളത്: ഇൻ്റഗ്രേറ്റഡ് സർവീസസും ഡിഫറൻഷ്യേറ്റഡ് സർവീസസും. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിനകത്ത് ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് രണ്ടും. ഇൻ്റഗ്രേറ്റഡ് സർവീസിനെ നമ്മൾ സംടൈംസ് ഇൻറ്റ് സെർവ് എന്ന് പറയും. അത് ഫ്ലോ ബേസ്ഡ് QoS മോഡലാണ്. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് സിഗ്നലിംഗ്. സിഗ്നലിംഗ് എന്താണ്? ദ റീഡർ മേ റിമെമ്പർ ദ IP ഈസ് എ കണക്ഷൻലെസ് ഡാറ്റാഗ്രാം പാക്കറ്റ് സ്വിച്ച്ഡ് പ്രോട്ടോകോൾ. ഹൗ ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ ഫ്ലോ ബേസ്ഡ് മോഡൽ ഓവർ ദ കണക്ഷൻലെസ് പ്രോട്ടോകോൾ. ദ സൊല്യൂഷൻ ഈസ് സിഗ്നലിംഗ്. അപ്പോൾ അതൊരു കണക്ഷൻലെസ് ഡാറ്റാഗ്രാം പാക്കറ്റ് സ്വിച്ച്ഡ് പ്രോട്ടോകോൾ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് ഡാറ്റ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അതിനുള്ള ഇതാണ് സിഗ്നലിംഗ്. സിഗ്നലിംഗ് എന്ന് പറയുന്നത് IP-യിൽ റൺ ചെയ്യും. സിഗ്നലിംഗ് പ്രോട്ടോകോൾ IP-യിൽ റൺ ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? അപ്പം സിഗ്നലിംഗ് പ്രോട്ടോകോൾ അപ്പോൾ RSPV, അതായത് റിസോഴ്സ് റിസർവേഷൻ പ്രോട്ടോകോൾ, RSPV എന്ന് പറയുന്ന പ്രോട്ടോകോൾ റൺ ചെയ്തിട്ടാണ് സിഗ്നലിംഗ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഇനി ഫ്ലോ സ്പെസിഫിക്കേഷൻ. എന്താണ് ഫ്ലോ സ്പെസിഫിക്കേഷൻ? When a source makes a reservation, it needs to define its flow specification. A flow specification has 2 parts. 2 പാർട്ടാണ് ഫ്ലോ സ്പെസിഫിക്കേഷൻ ഉള്ളത്. അത് ഒരു റിസർവേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു ഫ്ലോ സ്പെസിഫിക്കേഷൻ വേണം. അതിന് 2 പാർട്ടുണ്ട്. RSpec ഉണ്ട്, പിന്നെ TSpec ഉണ്ട്. RSpec എന്നാണ് റിസോഴ്സ് സ്പെസിഫിക്കേഷനും TSpec എന്നാണ് ട്രാഫിക് സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ റിസോഴ്സ് സ്പെസിഫിക്കേഷനകത്ത് എന്തൊക്കെ വരും? ബഫർ, ബാൻഡ്വിഡ്ത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സ്പെസിഫിക്കേഷനകത്ത് എന്തൊക്കെ വരും? ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരിക. പിന്നെ അഡ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്? The router receives the flow specification from the application, decides to admit or deny the service. അപ്പോൾ ഒരു ഫ്ലോ സ്പെസിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനെ എന്ത് ചെയ്യണമെന്ന്, അതിനെ അഡ്മിറ്റ് ചെയ്യണോ ഡിനൈ ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിനകത്ത് ക്വാളിറ്റി ഓഫ് സർവീസസ് കൊടുക്കാൻ 2 മെത്തേഡാണുള്ളത്: ഇൻ്റഗ്രേറ്റഡ് സർവീസും ഡിഫറൻഷ്യേറ്റഡ് സർവീസും. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർവീസിനകത്ത് വരുന്നതാണ് സിഗ്നലിംഗ്, ഫ്ലോ സ്പെസിഫിക്കേഷൻ, അഡ്മിഷൻ, പിന്നെ സർവീസ് ക്ലാസ്സസ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് സർവീസിനകത്ത് 2 ടൈപ്പാണ് പറയുന്നത്: ഗ്യാരണ്ടീഡ് സർവീസും കൺട്രോൾഡ് ലോഡ് സർവീസും. ഓക്കെ, ഗ്യാരണ്ടീഡ് സർവീസ് എന്ന് പറയുന്നത് റിയൽ ടൈം ട്രാഫിക്കിന് വേണ്ടിയാണ്.
ഗ്യാരണ്ടീസ് മിനിമം എൻഡ് ടു എൻഡ് ഡിലേ. മിനിമം ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗ്യാരണ്ടീഡ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ കൺട്രോൾഡ് ലോഡ് സർവീസ് എന്ന് പറഞ്ഞതാണ് ഡിസൈൻ ആപ്ലിക്കേഷൻസ് ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് സം ഡിലേസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉള്ളതാണ് കൺട്രോൾഡ് ലോഡ് സർവീസ് ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ. അത് പക്ഷേ സെൻസിറ്റീവാണ്. ഓവർലോഡഡ് നെറ്റ്വർക്കിനകത്ത് സെൻസിറ്റീവാണ്. ഓക്കെ. ഇനി RSVP എന്താണെന്ന് നമ്മൾ പറഞ്ഞത് സിഗ്നലിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് RSVP, റിസോഴ്സ് റിസർവേഷൻ പ്രോട്ടോക്കോൾ. അതാണ് RSVP കേട്ടോ. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സർവീസ് മോഡലാണ്. പ്രോഗ്രാം നീഡ്സ് റിസോഴ്സ് റിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ഇഫ് വി വാണ്ട്സ് ടു യൂസ് serve അറ്റ് IP ലെവൽ, നമുക്കിപ്പോൾ IP ലെവലിനകത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർവീസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യണം, ഒരു വിർച്വൽ സർക്യൂട്ട് വേണം, ഒറിജിനലി ഡിസൈൻഡ് വിർച്വൽ സർക്യൂട്ട് വേണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ദ റിസോഴ്സ് റിസർവേഷൻ പ്രോട്ടോക്കോൾ ഈസ് എ സിഗ്നലിംഗ് പ്രോട്ടോക്കോൾ ടു ഹെൽപ്പ് IP ടു ക്രിയേറ്റ് ഫ്ലോ. അപ്പോൾ ഒരു IP ഡാറ്റാഗ്രാമിനെ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രോട്ടോക്കോളാണ് RSVP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ. ഓക്കെ. ഇനി അതിനകത്ത് വരുന്ന മൾട്ടി കാസ്റ്റ് ട്രീസ്, റിസീവർ ബേസ്ഡ് റിസർവേഷൻ, RSPV മെസ്സേജസ്. RSPVയുടെ കുറച്ച് കാര്യങ്ങളാണ്. RSVP എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫ്രം അതർ സിഗ്നലിംഗ് സിസ്റ്റംസ് വി ഹാവ് സീൻ ബിഫോർ ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് മൾട്ടി കാസ്റ്റിംഗ് ഉണ്ട്. മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടി കാസ്റ്റിംഗ് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റിസീവർ ബേസ്ഡ് റിസർവേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇത് റിസീവറാണ് ഇതിനകത്ത് റിസർവേഷൻ മേക്ക് ചെയ്യുന്നത്, സെൻറ്റർ അല്ല. റിസീവറാണ് റിസർവേഷൻ മേക്ക് ചെയ്യുന്നത് കേട്ടോ. അതായത് സ്ട്രാറ്റജിക് മാച്ചസ്, അതായത് റിസീവറിന് ഇന്ന കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ റിസർവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? റിസീവറാണ്. പിന്നെ RSPV മെസ്സേജ്, RSPVക്ക് സെവറൽ ടൈപ്പ് ഓഫ് മെസ്സേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? പാത്തും RESVയും. ഓക്കെ. പാത്ത് മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ദ റിസീവർ ഇൻ എ ഫ്ലോ മേക്സ് ദ റിസർവേഷൻ ഇൻ ദ RSV. റീകോൾ ദ റിസീവേഴ്സ് ഇൻ എ ഫ്ലോ. അപ്പം റീകോൾ ചെയ്യുക, ഒരു റിസർവേഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി റീകോൾ ചെയ്യുക, അതാണ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ദ റിസീവർ ഡു നോട്ട് നോ ദ പാത്ത് ട്രാവൽഡ് ബൈ ദ പാക്കറ്റ് ബിഫോർ ദ റിസർവേഷൻ ഈസ് മെയ്ഡ്. ഓക്കെ. അപ്പോൾ റിസീവറിന് ആക്ച്വലി ആ പാത്ത് അറിയില്ല, റിസർവേഷൻ മേഡ് ചെയ്യുന്നതിന് മുന്നേ ആ പാത്ത് അറിയില്ല. ഓക്കെ. പാത്ത് ഈസ് നീഡഡ് ഫോർ റിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പാത്ത് മെസ്സേജ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ട്രാവൽസ് ഫ്രം സെൻറ്റർ ആൻഡ് റീച്ചസ് ഓൾ ദ റിസീവേഴ്സ് ഇൻ ദ മൾട്ടികാസ്റ്റ് പാത്ത്. അപ്പോൾ പാത്ത് മെസ്സേജ് എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഒരു പാക്കറ്റ് എത്തുന്നതിന് മുന്നേ ഒരു റിസീവറിന് പാക്കറ്റ് വരുന്ന പാത്ത് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാത്ത് മെസ്സേജ് എടുക്കും. പാത്ത് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ പാക്കറ്റ് പോകാൻ സാധ്യതയുള്ള എല്ലാ റിസീവറിലേക്കും ഒരു മെസ്സേജിനെ പാസ് ചെയ്യും. ഓക്കെ. അപ്പം ആ പാത്ത് മെസ്സേജിനകത്ത് നെസസറി ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും, റിസീവറിന് വേണ്ട നെസസറി ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പം മൾട്ടികാസ്റ്റ് ആയിട്ട് അതെല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കും. അതാണ് പാത്ത് മെസ്സേജ്. ഇനി RESV മെസ്സേജ് എന്ന് പറഞ്ഞാൽ റിസീവർ ഹാസ് റിസീവ്ഡ് എ പാത്ത് മെസ്സേജ്. ഒരു റിസീവർ ഒരു പാത്ത് മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസർവേഷൻ മെസ്സേജ് തിരിച്ചയക്കും. ഓക്കെ. റിസർവേഷൻ മെസ്സേജ് എന്ത് ചെയ്യും? ഈ റിസീവറിൽ നിന്നും സെൻറ്ററിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്, അപ്സ്ട്രീം ഡയറക്ഷനിലാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെൻറ്റർ A ആണ്, ഒരുപാട് റിസീവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം സെൻറ്റർ Aയിൽ നിന്നും ഒരു പാത്ത് മെസ്സേജ് എല്ലാവർക്കും അയക്കും. ഇന്ന കാര്യങ്ങളൊക്കെ എന്നെ റിസീവ് ചെയ്യാൻ വേണം എന്നുള്ള രീതിയിൽ എന്നെ റിസർവ് ചെയ്യാൻ വേണം എന്നുള്ള രീതിയിൽ പാത്ത് മെസ്സേജ് അയക്കും. പാത്ത് മെസ്സേജ് അയച്ചു കഴിയുമ്പം അത് സ്വീകരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത് ആ ഒരു കാര്യങ്ങൾ, ആ ബാൻഡ്വിഡ്ത്തും അങ്ങനത്തെ കാര്യങ്ങൾ റിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉള്ള ഒരാൾ തിരിച്ച് ഒരു റിസർവേഷൻ മെസ്സേജ് അയക്കും, ഞാൻ റെഡിയാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട്. അതാണ് റിസർവേഷൻ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ്. അപ്പം അങ്ങനെ റിസർവേഷന് വേണ്ടിയുള്ളൊരു പ്രോട്ടോക്കോളാണ് RSVP എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് ടൈപ്പ് മെസ്സേജാണുള്ളത്. പാത്ത് മെസ്സേജും ഉണ്ട്, RESV റിസർവ് മെസ്സേജും ഉണ്ട്. ഓക്കെ. കാര്യം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിസർവ് മെസ്സേജ് അയക്കുന്ന സിസ്റ്റത്തിലോട്ടായിരിക്കും നമ്മുടെ ഡാറ്റ പാക്കറ്റ് പോകുന്നത്. പിന്നെ റിസർവേഷൻ സ്റ്റൈൽസ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് റിസർവ് ചെയ്യാം.
ഓക്കെ. റിസർവേഷൻ വൈൽഡ് കാർഡ് ഫിൽറ്റർ ഉണ്ട്, ഫിക്സഡ് ഫിൽറ്റർ ഉണ്ട്, ഷെയർഡ് എക്സ്പ്ലിസിറ്റ് ഉണ്ട്. വൈൽഡ് കാർഡ് ഫിൽറ്റർ എന്തായിരിക്കും? ഇൻ ദി സ്റ്റൈൽ റൂട്ടർ ക്രിയേറ്റ്സ് എ സിംഗിൾ റിസർവേഷൻ ഫോർ ഓൾ സെൻറ്റേഴ്സ്. എല്ലാ സെൻറ്റേഴ്സിനും ഒറ്റ റിസർവേഷനെ ഒരു റൂട്ടർ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ലാർജസ്റ്റ് റിക്വസ്റ്റിന് ബേസ് ചെയ്തിട്ടായിരിക്കും റിസർവേഷൻ ഉണ്ടാക്കുക. ഇനി അടുത്ത ഫിക്സഡ് ഫിൽറ്റർ സ്റ്റൈൽ എന്തായിരിക്കും? റൂട്ടർ ക്രിയേറ്റ്സ് എ ഡിസ്റ്റിങ്ക്റ്റ് റിസർവേഷൻ. ഫിക്സഡ് ഫിൽറ്റർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഓരോ സെൻറ്ററിനും ഓരോ ഫ്ലോയ്ക്കും ഓരോ റിസർവേഷൻ സെറ്റ് ചെയ്യുക. അതാണ് ഫിക്സഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞത്. പിന്നെ ഷെയർഡ് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ റിസർവേഷൻ വിച്ച് ക്യാൻ ബി ഷെയർഡ്. അപ്പോൾ ഒരു സിംഗിൾ റിസർവേഷൻ ഉണ്ടാക്കിയിട്ട് എല്ലാ ഫ്ലോസും ഷെയർ ചെയ്യും. അതാണ് ഷെയർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പ്രോബ്ലംസ് ഉള്ളതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. പിന്നെ അടുത്ത ഇൻ്റർനെറ്റ് ക്വാളിറ്റി ഓഫ് സർവീസിനകത്ത് അടുത്ത് വരുന്നത് ഡിഫറൻഷ്യേറ്റഡ് സർവീസാണ്. ഡിഫറൻഷ്യേറ്റഡ് സർവീസ് എന്ന് പറയുന്നത് IETF എന്ന് പറയുന്ന സംഘടനയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഷോർട്ട് കമ്മിങ് ഇൻ്റഗ്രേറ്റഡ് സർവീസസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. 2 ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതൊരു ക്ലാസ് ബേസ്ഡ് QoS മോഡലാണ്. IPക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ് ബേസ്ഡ് QoS മോഡലാണ് ഡിഫറൻഷ്യേറ്റഡ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതൊരു DS ഇൻ ഡിഫറൻഷ്യേറ്റഡ് സർവീസ് ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻസ് എ ഫീൽഡ്. അതിനകത്തൊരു ഒരു ഫീൽഡ് ഉണ്ട്, DS ഫീൽഡ് എന്നാണ് പറയുന്നത്. ഈ ഫീൽഡ് എന്തിനാണ്? at the boundary of the network by the host or the first router designed as a boundary. അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡാണ് DS ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. DS ഫീൽഡ് എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡാണ്. ഓക്കെ. അപ്പോൾ ഞാൻ സബ് ഫീൽഡ്സുകളുണ്ടാവും. DS ഫീൽഡ്, DSCP ഉണ്ട്. 2 സബ് ഫീൽഡ്സ് ആണ്. DS ഫീൽഡിന് 2 സബ് ഫീൽഡുകളുണ്ട്. DSCP ഉണ്ട്, CU ഉണ്ട്. DSCP എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യേറ്റഡ് സർവീസസ് കോഡ് പോയിന്റ്, 16 ബിറ്റ് സബ് ഫീൽഡാണ്. പിന്നെ CU എന്ന് പറയുന്നത് കറൻ്റ്ലി അൺയൂസ്ഡ് സബ് ഫീൽഡ്, 2 ബിറ്റാണ്. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ട്രാഫിക് കണ്ടീഷണർ ഉണ്ട്, പെർ ഹോപ്പ് ബിഹേവിയർ, പിന്നെ എന്താണ് ട്രാഫിക് കണ്ടീഷണർ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് സർവീസിന് capable node uses DSCP6 bit index to a table defining the packet handling mechanism for current packet being used. അപ്പോൾ കറണ്ട് പാക്കറ്റ് ഏതാണ് ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഇത് ഉപയോഗിക്കുന്നത് DSCP 6 ബിറ്റ്സ് ആണ് കേട്ടോ. ഈ ഒരു ഇൻഡെക്സ് ഐഡൻറ്റിഫയർ ആണ്. പിന്നെ അടുത്ത പെർ ഹോപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഡിഫറൻഷ്യേറ്റഡ് സർവീസ് മോഡലിനകത്തുള്ളതാണ് പെർ ഹോപ്പ് ബിഹേവിയർ. അത് ഈച്ച് നോഡും ഓരോ നോഡിനും എന്താണ് ഒരു പാക്കറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ നോഡും സെപ്പറേറ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നൊരു പാക്കറ്റാണ് പെർ ഹോപ്പ് ബിഹേവിയർ. അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? DEPHB ഉണ്ട്, EFPHB ഉണ്ട്, AFPHB ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ വായിച്ചു നോക്കണം. പിന്നെ ട്രാഫിക് കണ്ടീഷണർ എന്താണ്? ട്രാഫിക് കണ്ടീഷൻ എന്താണെന്ന് വായിച്ചു നോക്കുക. ഓക്കെ. അപ്പം ഇനി ക്വാളിറ്റി ഇൻ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ പ്രധാനമായിട്ടും ക്വാളിറ്റി ഓഫ് സർവീസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നൊക്കെ പഠിക്കുക. കേട്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഇതെങ്ങാനും കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഒരുപാടായി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുക. താങ്ക് യു.